ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ കുരുമുളകിൻ്റെ താങ്ങുകാലി ചെയ്യണത് മലപ്പുറം ജില്ലയിലെ അമരമ്പലം കോവിലകത്താണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ഇത് ഏകദേശം നമുക്കിന്നിവിടെ 200ഓളം പോസ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഈ 200 പോസ്റ്റ് നമ്മൾ ഇവിടെ സ്ഥലമൊക്കെ നല്ല ക്ലിയറാക്കി നമ്മൾ നേരത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ പെരിന്തൽമണ്ണ മാലാറമ്പിൽ ചെയ്ത അതേ രീതിയിലാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ റെഡിയാക്കി മാർക്ക് ചെയ്ത് കൊടുത്ത് കുഴി കുത്തി ഇപ്പോൾ നമ്മൾ കാലുകൾ ഫിറ്റ് ചെയ്തെടുക്കുന്ന അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങിയിട്ട് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇതിന് വേണ്ടിയുള്ള പൈപ്പ് നമ്മൾ എറണാകുളത്ത് എംബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ കമ്പനി മാത്രമാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ മൊത്തമായിട്ട് ഈ കുരുമുളകിൻ്റെ താങ്ങുകാലം എന്നുള്ള നിലക്ക് 4 മീറ്ററിൽ 4 kg ISIലെ പൈപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ 2 ഭാഗം തുളച്ച് അതിനുള്ള കമ്പി ഇടാൻ ആവശ്യമായ തുളകളൊക്കെ തുളച്ചിട്ട് 4 മീറ്ററിൽ കറക്റ്റായിട്ട് തരുന്നത്. ആ പൈപ്പ് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും 100, 500, 1000 പോസ്റ്റുകൾ നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പ് വെക്കുന്ന ആളുകൾക്ക് നമ്മൾ കടയിൽ പോയിട്ട് 5 മീറ്റർ പൈപ്പ് വാങ്ങി അത് കട്ട് ചെയ്ത് പിന്നെ അത് ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ 4 മീറ്ററിന് ഒന്നിച്ച് വെക്കുമ്പോൾ അപ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടണോ. നമ്മൾ 2 മീറ്റർ അല്ലെങ്കിൽ 1.25 വെക്കുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റ് ഇടാൻ എളുപ്പമായിരുന്നു. അന്ന് എളുപ്പമുണ്ടായതുകൊണ്ട് നമ്മളതിൽ കോൺക്രീറ്റ് ഇട്ടിരുന്നു. അത് നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയാണ് പല ആളുകളും അത് അനുകരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് മാറ്റം വരുത്തി നമ്മളിപ്പോൾ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇതിന് ഈ പൈപ്പ് ഇവിടെ നിൽക്കാന്നുള്ളത് മാത്രമാണ് ഈ കോൺക്രീറ്റിൻ്റെ ആവശ്യം. ഈ സൈഡിൽ മാത്രം ഇട്ടിട്ട് പൈപ്പ് ഇവിടെ ഉറപ്പിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് ഉള്ളിൽ കുറേ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം അതിൽ വരുന്നില്ല. നമ്മൾ ഇതുപോലെ ഒരു 20 വർഷം മുമ്പ് ചെയ്ത പൈപ്പുകൾ ഇന്നും അതിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1.5 അടി നമ്മൾ ആയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഇപ്പോൾ അതുപോലെ തന്നെ അതിന് കട്ട രൂപത്തിൽ ബോക്സ് അടിച്ച് ചെയ്യണം. അതൊക്കെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് അതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ചില ആളുകൾ നെറ്റ് ചുറ്റുക, ചിലർക്ക് ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഗ്രിപ്പുള്ള പൈപ്പുകൾ നമ്മൾ അടിച്ചിറക്കി കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ 4 kg ISIയുള്ള പൈപ്പ് 4 ഇഞ്ചിൻ്റെ പൈപ്പിന് ഒരിക്കലും നമ്മളതിൻ്റെ ബലം കുറവായി കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഗ്രിപ്പുള്ള പൈപ്പുകൾ ഇറക്കണില്ല. ഗ്രിപ്പില്ലാത്ത പൈപ്പാണ്. ഈ ഗ്രിപ്പില്ലാത്ത പൈപ്പിലാണ് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ യാതൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഈ സൈറ്റിൽ ചെയ്ത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കണ്ടാലറിയാം കറക്റ്റായിട്ട് കറക്റ്റ് ഒരേ ലൈൻ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ 4 മീറ്ററിൻ്റെ പൈപ്പ് വെച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സിംഗിളായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പിന്നീട് അത് വർക്ക് ചെയ്യുമ്പോൾ അത് പിന്നീട് ജോയിൻ്റ് ചെയ്യണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിട്ട് നമ്മളത് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനത്തെ യാതൊരു അവസ്ഥയില്ലാതെ നമുക്ക് 4 മീറ്ററിൻ്റെ 4 kg ISIലുള്ള പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും പൈപ്പ് എവിടെ വേണമെങ്കിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പൈപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകൾ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ലോഡുകൾ പല ഭാഗത്തും നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂര്, അതുപോലെ തന്നെ പുത്തനത്താണി, കോട്ടക്കൽ, പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പൈപ്പ് വരെ ഇറക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ അതിന് ജില്ല മറികടന്നിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു 100 പൈപ്പെങ്കിലും ഇല്ലാതെ നമുക്ക് ഇത് ക്വാണ്ടിറ്റി ഇല്ലാതെ ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് എറണാകുളത്താണ് വരുന്നത്. അതുപോലെ തന്നെ തെക്കൻ ജില്ലയിലൊക്കെ തന്നെ ആണെങ്കിൽ എറണാകുളം ഈ വരുന്ന വഴിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പൈപ്പ്, 30 പൈപ്പ്, 50 പൈപ്പ് എന്നിങ്ങനെ നമ്മൾ പലയിടത്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെക്കൻ ജില്ലയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൂരം എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 പൈപ്പിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നേരെ നമ്മൾ സൈറ്റിൽ എവിടെയാണ് സൈറ്റിൽ അവിടെ നേരിട്ട് കൊണ്ടുപോയി ഇറക്കി കൊടുക്കുകയാണ്. അത് വേണം ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ പൈപ്പ് ഒരാഴ്ചക്കുള്ളിൽ ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നിങ്ങളുടെ സൈറ്റിൽ കൊണ്ട് ഇറക്കി തരും. തന്നെ നമ്മളിപ്പോൾ അത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വർക്ക് പൂർത്തിയാക്കുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 200ഓളം കാലുകളുണ്ടായി. 200ഓളം കാലുകൾ ഏകദേശം നമ്മളിപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് അതിന് വളം ചെയ്തതിന് ശേഷം അടുത്ത മണ്ണ് ഇട്ട് പിന്നെ ശേഷം നമ്മൾ തൈ വെച്ച് മുഴുവനാക്കിയിട്ടാണ് നമ്മൾ ഈ വർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള വർക്കുകൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടനവധി ഭാഗങ്ങളിൽ നമുക്ക് വിളിച്ചിട്ട് ആളുകൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരും സമയത്ത് ഇപ്പോൾ ഈ മഴ പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് ആളുകൾ പറയും ഇപ്പോൾ ഈ സമയത്ത് കുരുമുളകിൻ്റെ തൈ വെക്കാൻ പറ്റുമോ എന്നുള്ള പല അഭിപ്രായങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കുരുമുളക് എല്ലാ സമയത്തും വെക്കാം, പക്ഷെ നനക്കാൻ വെള്ളം വേണം ഇവിടുന്ന് അങ്ങോട്ട് വെച്ചാൽ. മറ്റ് വർഷകാലത്ത് വെക്കുമ്പോൾ നനക്കണ്ട. ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നനക്കാൻ വെള്ളമുള്ള എല്ലാവർക്കും
ഇതുപോലെ സ്ഥലം നല്ല ക്ലിയറാക്കി നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം കൂടുതൽ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു ഏകദേശം 20 ഞങ്ങളിപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു 25 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഈ 200ഓളം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല, വെറും 4 സ്ഥലമായിട്ട് ഇവിടെ മരങ്ങൾ നിന്നിരുന്ന സ്ഥലം മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കി അതിന് ശേഷം ഇവിടെ ഫ്ലാറ്റാക്കി നല്ല ക്ലിയർ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്.